അടുത്ത ഇതാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അത് ഫാമിലി വരുന്നത് ഫ്ലാവിവിറിഡെ തന്നെ, ജീനസ് ഫ്ലാവിവിറസ് തന്നെ. ജീനോമ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA പോസിറ്റീവ് സ്റ്റാൻഡ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ അക്യൂട്ട് വെക്ടർ ബോൺ വൈറൽ ഡിസീസ് ആണ് കോസ് എൻസെഫലൈറ്റിസ്. എൻസെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫ്ലമേഷൻ ആണ്. എൻസെഫൽ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും. ഇൻ ഹ്യൂമൻ ഫാമിലി ഫ്ലാവിവിറിഡെ ആണ്. ട്രാൻസ്മിഷൻ ത്രൂ മൊസ്കിറ്റോ ബൈറ്റ്. ഇതൊരു എൻസൂട്ടിക് ലൈഫ് സൈക്കിൾ അനിമൽസിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അനിമൽസിന് ഒരു പെർട്ടിക്കുലർ സീസണിൽ അല്ലെങ്കിൽ ഡിസീസ് അനിമൽസിൽ കാണുന്ന ഡിസീസാണ്. പിഗ്സ് ആണ് ആംപ്ലിഫയിങ് ഹോസ്റ്റ് ആയിട്ടും കാണുന്നത്, റിസർവോയേഴ്സ് ആയിട്ടും കാണുന്നത്. ഈ ഡിസീസ് കോസ് ചെയ്യുന്നത് മാനിലും ഹോഴ്സിലുമാണ്. ജനറൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ആർബോ വൈറസ് ആണ്, ഫ്ലാവിവൈറസ് ജീനസ്, ഫ്ലാവിവിറിഡെ ഫാമിലി, RNA ആണ് ജീനോം, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, പോസിറ്റീവ് സെൻസ് ആണ്, നോൺ സെഗ്മെൻ്റ് ആണ്. 3 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ട്. മുന്നത്തെ സ്ട്രക്ചർ പറഞ്ഞ പോലെ ക്യാപ്സിഡ് ഉണ്ട്, പ്രീ എം, അത് ഇമ്മച്വർ ആണെങ്കിൽ എം ഉണ്ട്, എം പ്രോട്ടീൻ ഉണ്ട്, പിന്നെ എൻവലപ്പ് പ്രോട്ടീൻ ഉണ്ട്, പിന്നെ 7 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഉണ്ട്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിലെ ഒരു സീറോടൈപ്പും 5 ഡിഫറെൻറ്റ് ജീനോടൈപ്സ് ആണ് ഇതുവരെ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ ഡിസീസ് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്നത് ഹോഴ്സിലും മാനിലും ആണ്. ഇതിൻ്റെ ആംപ്ലിഫയർ ഹോസ്റ്റ് പറഞ്ഞത് പിഗാണ്. പിന്നെ വാട്ടർ ബേർഡ്സ്, ഹെറോൺസ് പോലെ വാട്ടർ ബേർഡ്സിലും കാണാനായിട്ട് പറ്റും. ഇതാണ് മെയിനായിട്ടുള്ള ആംപ്ലിഫയിങ് ഹോസ്റ്റ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വൈറസസിൻ്റെ. ട്രാൻസ്മിഷൻ നടത്തുന്നത് മൊസ്കിറ്റോസ് ആണ്. ഇവിടെ വരുന്നത് നേരത്തെ 2 വൈറസസിലും വെക്ടേഴ്സ് മൊസ്കിറ്റോയുടെ ജീനസ് പറഞ്ഞത് ഏഡിസ് ആയിരുന്നു, പക്ഷെ ഇവിടെ ക്യൂലിക്സ് ആണ്. ക്യൂലിക്സ് ട്രൈറ്റനിയോർ ഹൈഞ്ചസ് ആണ് അതിൻ്റെ സ്പീഷീസ്. വൈറസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് മൊസ്കിറ്റോയിലൂടെയാണ്. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം കാണാൻ പറ്റും. മൊസ്കിറ്റോയ്ക്ക് നമ്മുടെ വാട്ടർ ബേർഡിലേക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൊസ്കിറ്റോയുടെ ബൈറ്റ് വഴി വാട്ടർ ബേർഡ് ഇൻഫെക്റ്റഡ് ആകുന്നു. വാട്ടർ ബേർഡിൽ നിന്ന് വേറൊരു മൊസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് പിഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ പിഗും നമ്മുടെ വാട്ടർ ബേർഡാണ് ആംപ്ലിഫയിങ് ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മൊസ്കിറ്റോ വഴി നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. ഹോഴ്സിലേക്കും ഹ്യൂമനിലേക്കും വെക്ടർ മൊസ്കിറ്റോ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പറയുന്നത് സിംറ്റംസ് ആണ്. സിംറ്റംസ് പറയുമ്പോൾ നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് 5 to 15 days ആണ്. 1 in 200 ലാണ് എൻസെഫലൈറ്റിസ് കോസ് ചെയ്യുക. സിംറ്റംസ് പറയുകയാണെങ്കിൽ അബ്രപ്റ്റ് ഓൺസെറ്റ് വിത്ത് ഫീവർ, വോമിറ്റിംഗ്, ഹെഡ് ഏക്ക്. 1 in 200 എൻസെഫലൈറ്റിസ് കോസ് ചെയ്യും. ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, ഡിസോറിയൻറ്റേഷൻ, കോമ, പാരലിസിസ്, ഡെത്ത് വരെ കോസ് ചെയ്യാൻ പറ്റും. ന്യൂറോളജിക്കൽ ഡാമേജ് ഒരു 50% കാണാനായിട്ട് സാധിക്കും. കുറേയൊക്കെ ലാർജ് മെജോറിറ്റി അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. ഇതിൽ അടുത്തത് വരുന്നത് നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൊസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്തതിന് ശേഷം വൈറസ് സ്കിൻ ഡെൻഡ്രിറ്റിക് സെല്ലിൽ റിപ്ലിക്കേറ്റഡ് ആവും. റിപ്ലിക്കേഷൻ നടന്നതിന് ശേഷം അത് ലിംഫാറ്റിക്കും പെരിഫറൽ ടിഷ്യൂയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ടത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യും. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്തിട്ട് ന്യൂറോൺസിൽ റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് ന്യൂറൽ ഡെത്ത് കോസ് ചെയ്യും. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിനാണ് ബ്ലഡിനും ബ്രെയിനും നടുക്കുള്ളത്. അടുത്തത് ലാബ് ഡയഗ്നോസിസ് ആണ്. ഇവിടെയും സെറോളജിക്കലും വൈറോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. സെറോളജി നമ്മുടെ ആൻറ്റിബോഡീസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. IgMും IgGയും
മോളിക്കുലാറിൽ RT-PCR വഴി, പിന്നെ ലംബാർ പങ്ചർ നമ്മുടെ CSFലും സ്പൈനൽ ഫ്ലൂയിഡിലും ആൻറ്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ലംബാർ പങ്ചർ മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ CT or MRI സ്കാൻ, ബ്രെയിൻ എൻസെഫലൈറ്റിസ്, ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിട്ടുണ്ടോയെന്ന് MRI സ്കാൻ, ലാസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. MRI സ്കാനും CT സ്കാനും വഴി, ബ്രെയിനിൻ്റെ സ്കാൻ വഴി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് ഇവിടെയും സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഫീവറിനും അതുപോലെ ആ സിംറ്റംസിലുള്ള ആ സിംറ്റംസിന് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ വെക്ടറിനെ കൺട്രോൾ ചെയ്യുക, മൊസ്കിറ്റോനെ കൺട്രോൾ ചെയ്യുക. പിന്നെ പിഗ്ഗാണ് നമ്മളെ ഹോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പിഗിനെ ഹ്യൂമൻ ഡെല്ലിങ് ഏരിയാസിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യുക, വാക്സിൻസ് പിഗിന് കൊടുക്കുക, ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുക. പിന്നെ ഇതിന് വാക്സിൻസ് അവൈലബിൾ ആണ്. ഫോർമാലിൻ ഇൻആക്ടിവേറ്റഡ് മൗസ് ബ്രെയിൻ വാക്സിൻ ഉണ്ട്. അത് 2 ഡോസ് കൊടുക്കുക, ശേഷം ബൂസ്റ്റർ ഡോസ് കൊടുത്താൽ കുറേ നാളത്തേക്ക് നമുക്ക് ഡിസീസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലൈവ് അറ്റൻയൂട്ടഡ് വാക്സിൻ ഓഫ് സ്ട്രെയിൻ SA14 ആ ലൈവ് അറ്റൻയൂട്ടഡ് വാക്സിനും അവൈലബിൾ ആണ്. ഇതാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെ കുറിച്ച് ഉള്ളത്.